ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പഞ്ചാബ് കിങ്സ് വീണ്ടും പൊട്ടിയല്ലോ. തുടരാൻ 4 തോൽവികളാണ് പഞ്ചാബ്. ഇന്നലത്തെ തോൽവിനെ കുറിച്ച് അവരുടെ സ്പിൻ ബോളിംഗ് കോച്ച് ആയിട്ടുള്ള ബഹുത്തൂലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? വി ഡിഡന്റ് എക്സിക്യൂട്ട് അവർ ബോളിംഗ് സ്കിൽസ് വെരി വെൽ എന്നാണ് അവരെ കൊടുക്കുന്നത്, എസ്പെഷ്യലി ലാസ്റ്റ് 5 overs. അപ്പൊ അതിലേക്ക് വന്ന അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, നമ്മള് കഴിഞ്ഞ 4 കളി നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ചെയ്ത പോലത്തെ ഒരു ഡൊമിനന്റ് സെക്കൻഡ് ഹാഫിൽ ഇപ്പൊ നടത്താൻ പറ്റുന്നില്ല. അത് ചില പിച്ച് കണ്ടീഷനും ചില ഇതൊക്കെ കണ്ടീഷനൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് അത്രയധികം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. കാരണം നമ്മൾ ഓരോ കളിക്കേഷനും നല്ലോണം ഓവർ തിങ്ക് ചെയ്യേണ്ടതുണ്ട്, ഓവർ അനലൈസ് ചെയ്യുന്നുണ്ട് ആ മത്സരത്തിനെ കുറിച്ചിട്ട്. ഇപ്പോ നമ്മള് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഷുവർ ആയിരുന്നു പ്ലേ ഓഫ് സ്പോട്ട് നമ്മൾ ഉറപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ തുടരാൻ 4 തോൽവികളായി. ഇനി അവർക്ക് ക്രൂഷ്യൽ മാച്ചസ് ഒക്കെയാണ്. ഇനിയിപ്പോ അവർക്ക് RCBയുടെ കളിയുണ്ടെന്നാണ്, RCBയുടെ കളിയുണ്ടവർക്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഇന്നലെ ധർമ്മശാലയില് നമ്മൾ 210 റൺസ് ഒക്കെ അടിച്ചു. പക്ഷെ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ തന്നെയാണ്. പക്ഷേ ഡേവിഡ് മില്ലർ ആ ഒരു 17ാമത്തെ ഓവർ ആദ്യത്തെ 2 ബോൾ 6 അടിച്ചിട്ട് കളി നൈസായിട്ട് അവരെ പിടിയിലേക്ക് ഒതുക്കി എന്നാണ് ഇപ്പോ ബൗളിംഗ് കോച്ച് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മളെ സ്കിൽസ് മൊത്തം പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നും ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും PBKs ഇപ്പോ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവരിപ്പോ ഈ തോൽവിയോടെ അവർ കൂടുതൽ പ്രഷറിലേക്ക് പോകുന്ന കാര്യം വ്യക്തമാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും